നൗ മിഡിൽ ഏജ് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഓൾഡ് ഏജ്. ഓൾഡ് ഏജ് എന്ന് പറയുന്നത് ഒരു 60 എബവ് ആയിട്ടുള്ള പ്രായമാണ്. 60 എബവ് നമുക്കറിയാം എന്താണ്, അതൊരു റിട്ടയർമെന്റ് ഏജ് ആണ് അല്ലേ? പയ്യെ പയ്യെ ജോലിയിൽ നിന്ന് വിരമിച്ചു തുടങ്ങുന്ന ഒരു കാലം. അപ്പം എന്തായി, റിട്ടയർമെന്റിനോട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ? ആ ഒരു ലൈഫിനോട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ എന്താണ്, ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഇൻഡിപെൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇതുവരെ ജീവിച്ച ഒരാൾക്ക് ഇനി ഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ പെട്ടെന്ന് പറ്റുമോ? ഇല്ല. സോ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ നിൽക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ശ്രമിക്കും. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് പ്രശ്നം വരുന്നത് എന്താണ്? കോപ്പിംഗ് വിത്ത് ലോസ് ആണ്. കാരണം ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ പയ്യെ പയ്യെ എന്താ പറഞ്ഞത്, വിൽ സ്റ്റാർട്ട് ലൂസിങ് ആ ലൗഡ് വൺസ് അല്ലേ? ചിലർ ഇച്ചിരി കൂടെ പ്രായമായവര് അല്ലെങ്കിൽ കുറച്ച് അസുഖങ്ങളുള്ളവർ, അങ്ങനെയുള്ളവരൊക്കെ എന്താ പയ്യെ നമ്മുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകും അല്ലേ? മാറിപ്പോവാന്ന് പറഞ്ഞാൽ മരിച്ചു പോകുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനോട് നമ്മൾ കോപ്പപ്പ് ചെയ്യാനും പഠിക്കേണ്ട ഒരു പ്രായമായിരിക്കും എന്ത്? ഓൾഡ് ഏജ്. അത് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കേണ്ട ഒരു പ്രായമായിരിക്കും എന്ത്? ഓൾഡ് ഏജ്. സോ ഇൻ ഷോർട്ട് നമ്മൾ പറഞ്ഞാൽ എന്താണ്, ഡെവലപ്മെന്റൽ ടാസ്ക് ഏജ് വൈസ്. ഡെവലപ്മെന്റൽ ടാസ്ക് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഒരു പെർട്ടിക്കുലർ ഏജിൽ നമ്മളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഈ ഡെവലപ്മെന്റൽ ടാസ്ക് എന്ന് പറയുന്നത്. അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് എന്ത് കിട്ടി? സക്സസ് ആൻഡ് ഹാപ്പിനെസ് കിട്ടി. അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വി ഹാവ് എ സെൻസ് ഓഫ് ഫെയിലിയർ ആൻഡ് പിന്നീടുള്ള ടാസ്ക് അച്ചീവ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടും വരും. അപ്പം ഏജ് ഗ്രൂപ്പ് വൈസ് നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. 0 to 6 years എന്താ എക്സ്പെക്റ്റഡ്? നടക്കാൻ പഠിക്കും, സംസാരിക്കാൻ പഠിക്കും, കഴിക്കാൻ പഠിക്കും, സെക്സ് ഡിഫറൻസ് അറിയാം, ബോയ് ആണോ, ഞാൻ ബോയ് ആണോ ഗേൾ ആണോ എന്നറിയാം. പിന്നെ എന്താണ്, റെഡി ടു റീഡ് ആണ്. ഓക്കെ, സോ 0 to 6 നമ്മുടെ ഡെവലപ്മെന്റൽ ടാസ്ക് മെയിൻലി വരുന്ന ഇതാണ്. എന്നാൽ 7 to 12 years വരുന്ന എന്താണ്? ഫിസിക്കൽ സ്കിൽസ് ഫോർ ഗെയിംസ്. ചില സ്പോർട്സ് ഗെയിംസ് ഒക്കെ കളിക്കാനായിട്ട് എന്താ പറയുക, ക്യാച്ച് ചെയ്യാൻ പഠിക്കുക, അല്ലെങ്കിൽ കിക്ക് ചെയ്യാൻ പഠിക്കുക. ഫിസിക്കൽ സ്കിൽസ് ഫോർ ഗെയിംസ്. പിന്നെ എന്താ, ഗെറ്റ് അലോങ് വിത്ത് പിയേഴ്സ്. പിന്നെ റീഡിങ്, റൈറ്റിംഗ്, കാൽക്കുലേറ്റിംഗ് സ്കിൽസ്, പേഴ്സണൽ ഇൻഡിപെൻഡൻസ്. പിന്നെ വേറെ വരുന്ന എന്താ, മാസ്കുലിൻ ആൻഡ് ഫെമിനൈൻ സോഷ്യൽ റോൾസ്. അങ്ങനെ എന്താ പറയാ, ആൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് ചെയ്യാനായിട്ടുള്ളൊരു എന്താ പറയാ ഇഷ്ടം കൂടുതൽ, അല്ലെ അതേപോലെ പെൺകുട്ടികൾക്ക് അങ്ങനെയൊക്കെ വരുന്ന ഏജ് ഗ്രൂപ്പാണ് എന്ത്? 7 to 12 years. അതാണ് ഡെവലപ്മെന്റൽ, ആ ഒരു ഏജ് ഗ്രൂപ്പിലെ ഡെവലപ്മെന്റൽ ടാസ്ക്. എന്നാൽ 13 to 18 years വരുമ്പോഴോ, മെച്യൂർ റിലേഷൻ വിത്ത് ഏജ് മേറ്റ്സ് ഓഫ് ബോത്ത് സെക്സസ്. കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് റിലേഷൻഷിപ്സിൽ വരുന്നുണ്ട്. നമ്മുടെ ബോഡി എഫക്റ്റീവ്ലി യൂസ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ഇമോഷണൽ ഇൻഡിപെൻഡൻസ് വരുന്നുണ്ട്. നമ്മുടേതായ തീരുമാനങ്ങളും നമ്മുടേതായ ചിന്തകളും വരുന്നുണ്ട്. പിന്നെ എന്താണ്, നമ്മളൊരു ഓക്യുപ്പേഷൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്യുപ്പേഷൻ അതായത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ജോലിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ പഠിക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ ആലോചിക്കുന്നു. പിന്നെ എന്താണ്, സോഷ്യലി അഡാപ്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ 19 to 30 yearsലാണെങ്കിൽ എന്താണ്, നമ്മൾ പയ്യെ ഒരു ജോബിൽ സെറ്റിൽ ചെയ്യുന്ന സമയമാണ് അല്ലേ? ഓക്യുപ്പേഷൻ സെറ്റിൽ ചെയ്തു, നമ്മൾ ലൈഫ് പാർട്ട്ണറിനെ സെലക്ട് ചെയ്തു, ലൈഫ് പാർട്ട്ണറുടെ കൂടെ ജീവിക്കാൻ പഠിക്കുന്നു അല്ലേ? സിവിക് റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ എന്താ, സ്റ്റാർട്ടിങ് ഓഫ് ഫാമിലി. എന്നാൽ 31 to 60 years വരുമ്പോഴോ, അഡൾട്ട് സിവിക് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് വരുന്നുണ്ട്. പാരന്റൽ കെയർ വരുന്നുണ്ട്. ചിൽഡ്രന്റെ കെയർ വരുന്നുണ്ട്. എസ്റ്റാബ്ലിഷ് ഇക്കണോമിക് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. പിന്നെ എന്താണ്, അഡൾട്ട് ലെഷർ ടൈം ആക്ടിവിറ്റീസ്. ആൻഡ് 61 and above വരുമ്പോൾ അഡാപ്റ്റ് ടു ഏജിങ് ആൻഡ് പ്ലാൻ എ ഹാപ്പി ആൻഡ് ഹെൽത്തി റിട്ടയർഡ് ലൈഫ്. ഇതാണ് ഡെവലപ്മെന്റൽ ടാസ്ക് വരുന്നത്. Next, developmental hazards എന്താണ്? Developmental hazards refer to environmental, chemical, biological or physical factors that can interfere with normal growth and development in children and prevent them from achieving developmental tasks. Developmental hazard എന്ന് പറയുന്നത് എന്താണ്? ഈ developmental tasksനെ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത, മീൻസ് അതിനെ അച്ചീവ് ചെയ്യാതിരിക്കാൻ കാരണങ്ങളാവുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെവലപ്മെന്റൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഫാക്ടേഴ്സ് എന്തൊക്കെയാവാം? എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ കെമിക്കൽ ഫാക്ടേഴ്സ് ആവാം, ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആവാം, ഫിസിക്കൽ ഫാക്ടേഴ്സ് ആവാം. ഈ ഫാക്ടേഴ്സ് എല്ലാം കൊണ്ട് എന്ത് പറ്റുന്നില്ല? ആ ഒരു ഏജ് നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഡെവലപ്മെന്റൽ ടാസ്ക് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെവലപ്മെന്റൽ ഹസാർഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാവാം? ഇൻഎബിലിറ്റി ടു അക്വയർ നെസസറി സ്കിൽ. ഒരു ഏജ് ഗ്രൂപ്പിൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി കാരണം, മേ ബി മെന്റൽ ഡിഫിക്കൽട്ടി ആയിരിക്കും, അല്ലെങ്കിൽ ഫിസിക്കൽ ഡിഫിക്കൽട്ടി ആയിരിക്കും. അപ്പൊ എന്തായി, ആ ഒരു ഇൻഎബിലിറ്റി വരുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ, ആ പെർട്ടിക്കുലർ സ്കില്ല് അല്ലെങ്കിൽ ആ ടാസ്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ. അങ്ങനെ ഇൻഎബിലിറ്റി വന്നു കഴിഞ്ഞാൽ എന്തായി, ഇത് വലിയൊരു സ്ട്രെസ്സിന് കാരണമാണ്. ആ ഒരു ഏജ് ഗ്രൂപ്പ് നമ്മൾ കണ്ടിട്ടില്ലേ, എൻ്റെ പ്രായത്തിലുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതൊക്കെ കുഞ്ഞുങ്ങളിൽ വരുമ്പം അതിന് വല്ലാത്ത ഒരു നെഗറ്റീവ് ഇഫക്റ്റ് വരുന്നുണ്ട്. ഓക്കെ, സോ ആ ഹസാർഡ്സിലെ 1 എന്താണ്? ഇൻഎബിലിറ്റി ടു അക്വയർ നെസസറി സ്കിൽ. നെക്സ്റ്റ് എന്താണ്? ഇൻഅപ്രോപ്രിയേറ്റ് എക്സ്പെക്ടേഷൻസ്.
അതായത് നമ്മൾ ഹൈ എക്സ്പെക്ടേഷൻസ് വെക്കുന്നത്. മൂന്നാമത് വരുന്നത് എന്താണ്? ക്രൈസിസ്. ക്രൈസിസ് എന്ന് പറയുന്നത് മേ ബി നമ്മൾ എന്താ പറയുക, ചില നമ്മൾ പറഞ്ഞു ചൈൽഡ്ഹുഡിൽ നിന്ന് അഡൽട്ട്ഹുഡിലേക്ക് വരുന്നതിൻ്റെ ഇടയ്ക്കുള്ള അഡോളസൻസ് ടൈം ഉണ്ട്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ എന്താണ്, കുഞ്ഞുങ്ങളുമല്ല വലിയ ആൾക്കാരുമല്ല, എന്നാൽ അത് ഹാൻഡിൽ ചെയ്യാൻ ആ ഒരു പെർട്ടിക്കുലർ ക്രൈസിസ് സിറ്റുവേഷൻ. ഓക്കെ, സോ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് എന്താണ്? പൊട്ടൻഷ്യൽ ഹസർഡ്സ് ആണ്. പിന്നെ അത് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഹെൽത്ത് പ്രോബ്ലംസ് അല്ലെങ്കിൽ മെൻ്റലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, മെൻ്റൽ ഇന്നബിലിറ്റീസ് വരുന്നത്, ഫിസിക്കൽ ഇന്നബിലിറ്റീസ് വരുന്നത്, അല്ലെങ്കിൽ ഹെറിഡിറ്ററി പ്രോബ്ലംസ് വരുന്നത്, പിന്നെ മാൽ ന്യൂട്രീഷൻ, ഇനഫ് ന്യൂട്രീഷൻ കിട്ടാതെ വരുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക ഇക്കണോമിക് സ്റ്റാറ്റസ്, അതായത് പോവർട്ടി അങ്ങനെയൊക്കെ വരുന്നത്, പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം എന്താണ്? ഡെവലപ്മെൻ്റൽ ഹസർഡ്സ് ആയിട്ട് വരാം. ഓക്കെ, ഇത് നമുക്ക് ഡെവലപ്മെൻ്റൽ ടാസ്കിനെ എയ്ഡ് ചെയ്യുകയും ചെയ്യാം, അല്ലെങ്കിൽ ഡെവലപ്മെൻ്റൽ ടാസ്ക് അച്ചീവ് ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത എന്താണ്? ഡെവലപ്മെൻ്റൽ ടാസ്ക് ആണ്. ഡെവലപ്മെൻ്റൽ ടാസ്ക് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്താൽ നമുക്ക് സക്സസ് ആൻഡ് ഹാപ്പിനെസ് ഉണ്ടാവും. അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സെൻസ് ഓഫ് ഫെയിലിയർ വരും. അതിൻ്റെ കൂടെ തന്നെ ലേറ്റർ ടാസ്ക് അച്ചീവ് ചെയ്യാൻ കഴിയാതെയും വരും. ഓക്കെ, ആൻഡ് പിന്നെ നമ്മൾ ഏജ് വൈസ് ഡെവലപ്മെന്റൽ ടാസ്ക് ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് ഡെവലപ്മെന്റൽ ഹസർഡ്സ്.